ശ്യാമ, ഇപ്പോൾ നമ്മുടെ സൈന്യം വയനാട് ദുരന്തഭൂമിയിൽ നടത്തുന്ന പ്രവർത്തനങ്ങളൊക്കെ കണ്ടല്ലോ. ഈ പ്രവർത്തനങ്ങളൊക്കെ അതിഭീകരമായിട്ട് അവർ ആ ദുരന്തഭൂമിയിൽ സൈന്യത്തിന് മാത്രമേ അത് ചെയ്യാൻ പറ്റുകയുള്ളൂ. പ്രത്യേകമായിട്ട് ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാർ അവർ ദുരന്തഭൂമിയിൽ ഓരോ ആൾക്കാരെ രക്ഷിക്കുന്നു, പല കാര്യങ്ങളും ചെയ്യുന്നു. സൈന്യം മാത്രമല്ല, പിന്നെ നമ്മുടെ സന്നദ്ധ പ്രവർത്തകർ, DYFI ഉണ്ട്, അതിൽ വേറെ പല ആൾക്കാരുണ്ട്, സേവാഭാരതിയുണ്ട്, ഒരുപാട് ആൾക്കാർ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. സ്വന്തം ജീവൻ പണയം വെച്ച് പല ആൾക്കാരും ഇങ്ങനെ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ അണ്ണൻ്റെ ഒരു പഴയ വീഡിയോ വൈറലാകുന്നുണ്ട്. മൈത്രേയ അണ്ണൻ്റെ ഒരു പഴയ അണ്ണൻ പറയുന്നത് പുരുഷന്മാരെ ഈ ലോകത്തിന് ആവശ്യമില്ലെന്നാണ്. പുരുഷന്മാരെ ഈ ലോകത്തിനേ ആവശ്യമില്ല. പുരുഷന്മാരെ മെഷീൻ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് ഇനി പുരുഷന്മാരാരും ലോകത്ത് വേണ്ട, ഈ ലോകത്ത് സ്ത്രീകൾ മാത്രം മതി, പുരുഷന്മാരെ മെഷീൻ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞു എന്നൊരു ഡയലോഗ് ഇപ്പോൾ ഭയങ്കരമായിട്ട് വൈറലാകുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇപ്പം ലോകത്തിൻ്റെ പോക്കെന്ന് പറഞ്ഞാൽ ഒളിമ്പിക്സിൽ സ്ത്രീകളുടെ ഇടിക്കൂട്ടിൽ വരെ പുരുഷന്മാർ കയറി സ്ത്രീകളുടെ മൂക്കിടിച്ച് വരുത്തുന്ന രീതി. ഇപ്പം ഒളിമ്പിക്സിന്റെ വനിതാ ബോക്സിങ്ങിലെ അതിന്റെ ഫൈനലിൽ നേരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിക്കാൻ പോകുന്നത് 2 പുരുഷന്മാരാ, ബയോളജിക്കലി പുരുഷന്മാരായിട്ടുള്ള 2 പേരാ. ബാക്കി സ്ത്രീകളുടെ എല്ലാം മൂക്കിടിച്ച് പരത്തി കഴിഞ്ഞു. ഇപ്പോൾ മൈത്രേയം പറയുന്നത്, ഈ ദുരന്ത ഭൂമിയിലെ ഈ ഒരു വിഷയം വെച്ചിട്ട് മൈത്രേയം പറയുന്നത് വെച്ച് നോക്കുകയാണെങ്കിൽ എന്താ പറയുന്നത്, പുരുഷന്മാരുടെ ആവശ്യം ഇനി വേണ്ടെന്നാ പറയുന്നത്. അപ്പൊ ഇയാള് ഒരു വാക്കുണ്ട്, ഞാൻ പറയുന്നില്ല, ലോക ഇതാണെന്ന് പറയുന്നുണ്ട് പല ആൾക്കാരും. ദീപാവലിക്ക് വിടുന്ന ഒരു സാധനം. എന്താണ് ഇയാളെ പറ്റി പറയാനുള്ളത്? പണ്ട് മുതലേ ഇയാളുടെ ഒരുപാട് വീഡിയോ, പക്ഷെ പെട്ടെന്ന് ഈ നിഷ്കളങ്ക ഞാൻ പുരോഗമനവാദിയാണെന്ന് കാണിക്കാൻ വേണ്ടി ചില ആൾക്കാരുണ്ടല്ലോ സോഷ്യൽ മീഡിയയിൽ, ചില ആൾക്കാർ പുരോഗമനവാദിയാണെന്ന് കാണിക്കാൻ വേണ്ടി പറയും, പക്ഷെ ഉള്ളിൽ തനി മുരാജിയായിരിക്കും. ചില ആൾക്കാർ, അയ്യോ ഞാൻ ഇനി മൈത്രേയൻ ചേട്ടൻ്റെ കൂടെ കൂടിയില്ലെങ്കിൽ എന്നെ നാട്ടുകാർ പുരോഗമനവാദി എന്ന് പറയത്തില്ലല്ലോ, അതുകൊണ്ട് മൈത്രേയൻ പറയും സ്വന്തം ഭാര്യയെ വേറൊരുത്തന്നെ ഭോഗിക്കാൻ കൊടുക്കണമെന്ന് പറയും. ശരിയാണ്, താങ്കൾ പറയുന്നത് വളരെ കറക്റ്റാണെന്ന് പറയും. മനസ്സിലായില്ല, അങ്ങനെ പറയുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ ഇവരൊക്കെ വീട്ടിൽ സ്വന്തം ഭാര്യയെ നടയിലിറങ്ങിയോ കുരിച്ചിരുന്ന് ഇടിക്കുന്നവരായിരിക്കും, അത് വേറെ കാര്യം. അപ്പൊ അതിൽ ഈ പുള്ളിയുടെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എങ്ങനെ കാണുന്നു? പുരുഷന്മാരെ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞു. അതിനു മുമ്പ് ഞാൻ നിന്നോടൊരു കാര്യം പറയാം. നീ ഇന്നലെ ആകാശ് തില്ലങ്കേരിയുടെ കാര്യം ചോദിച്ചു. ഈ ഞായറാഴ്ച ദിവസം നീ എന്നോട് ചോദിക്കരുത്, സ്കൂൾ അവധിയാണ്. പിള്ളേര് ഇന്നലെ എന്നെ ഫോണിൽ വിളിച്ച് തെറി വിളിച്ചു. അത് വൈകുന്നേരം 4 മണിക്ക് ശേഷം ഈ ശല്യം ഉള്ളായിരുന്നു. അപ്പൊ ഇന്നലെ നീ അത് ചോദിച്ചപ്പോൾ ഇവന്മാർക്ക് ഓർമ്മ വന്നു. അവരുടെ ആകാശ് ചേട്ടനെ, നീ കാണാത്തവര് പോയി കാണട്ടെ എന്ന് വിചാരിച്ചാ ചോദിച്ചത്. അവരുടെ ആകാശ് ചേട്ടനെ ഞാനെടുത്ത് ഏറി കയറ്റി എന്ന് പറഞ്ഞു. കത്തി കയറട്ടെ. സ്കൂൾ പിള്ളേർ മൊത്തം പ്രശ്നമാണെന്നേ. പിന്നെ ഈ മൈത്രേയൻ എന്ന് പറയുന്നത് കനിയുടെ അച്ഛൻ, പിതാവ്. ഒരു പറക്കമുറ്റുന്ന പ്രായമായിരുന്നതിന് മുമ്പ് തന്നെ എൻ്റെ വീട്ടിൽ നിന്ന് നീ ഇറങ്ങി പോകണമെന്ന് മകളോട് ആവശ്യപ്പെട്ട ആളാണ് പിന്നെ മൈത്രേയൻ. എന്നിട്ട് അതെടുത്ത് സോഷ്യൽ മീഡിയയും ചെയ്തു. എൻ്റെ മകളോട് ഞാൻ ഇറങ്ങിപ്പോവാൻ, എൻ്റെ മകൾ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ മകളോട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞെന്നൊക്കെ പറഞ്ഞു. പുള്ളിയുടെ കയ്യിലിരിക്കുന്ന മുഴുവൻ സൈക്കോത്തരങ്ങളാണ്. പുള്ളി രാവിലെ എഴുന്നേൽക്കുമ്പോൾ പുള്ളിക്ക് ഇങ്ങനെ തോന്നുക, ഇന്ന് ഞാൻ ഏത് വിഷയത്തിൽ പ്രതികരിക്കണം. ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് യന്ത്രങ്ങൾ മതിയെന്ന്. പുരുഷൻ വേണ്ട, ലോകത്തിന് ആവശ്യമില്ല എന്ന്. ലോകത്തിന് ആവശ്യമില്ലാത്തൊരു വസ്തു അദ്ദേഹത്തിലേക്ക് തന്നെ നോക്കണം. കണ്ണാടി നോക്കിയാൽ ലോകത്തിൽ ആവശ്യമില്ലാത്തൊരു വസ്തുവിനെ കാണാൻ പറ്റും. ഈ മൈത്രേയനെ കുറിച്ച് ധനുഷിന്റെ അഭിപ്രായം എന്താ? എനിക്ക് പ്രത്യേകിച്ച് ഇയാളെ അഭിപ്രായം ഒന്നുമില്ല. ഞാൻ പൊതുവേ ഇയാളെ കാണാനായിട്ട് ശ്രമിക്കാറില്ല. ഇയാൾ കാണുമ്പോൾ മനുഷ്യൻ ഒരുപാട് ഇയാൾ ആധുനിക മനുഷ്യൻ എന്നാ പറയുന്നത്. അതെന്തൊരു സാധനോടാ ഈ ആധുനിക മനുഷ്യൻ എന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട്. ഇനി ഞാൻ ആധുനിക മനുഷ്യൻ, ഞാൻ മറ്റേ ഈ 2010 എന്തിരൻ സിനിമ ഇറങ്ങിയല്ലോ, അതിൽ ചിട്ടി റോബോട്ടിനെയാണ് അവന്മാർ ആധുനിക റോബോട്ട് എന്നൊക്കെ പറയുന്നത്. ആധുനിക മനുഷ്യൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് തന്നെ ഒരു വലിയ ബ്ലണ്ടർ ഉണ്ട്. അതായത് 1990 ജനിച്ച ഒരാളും ആധുനിക മനുഷ്യനാണ് അന്നത്തെ കാലത്തെ. ഇന്ന് ജനിച്ച ഞാനും ഷാമും എല്ലാം ആധുനിക മനുഷ്യനാണ്. പക്ഷെ ആധുനിക മനുഷ്യനാണെന്ന് ഇയാളെ കുറിച്ച് പറയുന്നുണ്ടെങ്കിലും ഇയാൾ വാ തുറന്നാ പറയുന്നത് ഗോത്ര വിഭാഗങ്ങളെ കുറിച്ചും രാജാക്കന്മാരെ കുറിച്ചുമാണ് ഇയാൾ പറയുന്നത്. സത്യം പറഞ്ഞാൽ ഇയാൾ ആ കാലത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല. ഇയാൾ ഇപ്പോഴും പറയുന്നത് ഇത് ഗോത്ര വിഭാഗമാണ്, രാജാക്കന്മാരാണ്. ഗോത്രം, രാജാവ് എന്നുള്ളൊരു വാക്കല്ലാതെ ഇയാളുടെ വാക്യത്തൊന്നും ഒന്നുമല്ല. ആധുനിക മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? ഇയാളുടെ ആധുനിക മനുഷ്യനാണെന്ന് പറയുന്ന ആൾക്കാരോട് ചോദിക്കുകയാണ്, ഒരു ആധുനിക മനുഷ്യൻ എന്തായിരിക്കണം? വിവേകത്തോടുകൂടി കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ വിചാരത്തോടു കൂടി സമൂഹത്തിന് നന്മ ചെയ്യുന്ന രീതിയിൽ ഒരു അരാജകത്വം സൃഷ്ടിക്കാതെ വികസിച്ച് പോകണം. അത് മാനസിക തലത്തിലും ശാരീരികമായിട്ടും വൈകാരികമായിട്ടൊക്കെ വികസിക്കണ്ടേ. ഇതങ്ങനെയല്ല, ഇത് നേരെ ലൈംഗിക അരാജകത്വം വേണം. നമ്മുടെ ഈ ഗോത്ര വിഭാഗങ്ങളുണ്ടല്ലോ, നമ്മുടെ ഈ മനുഷ്യൻ ഉണ്ടായ കാലത്ത് മനുഷ്യൻ എങ്ങനെയായിരിക്കും? ഒരു വിവാഹം ഒന്നും സെറ്റപ്പ് ഒന്നും ഇല്ലാത്ത കാലത്ത് ഒരാളുടെ ഭാര്യയെ ഒരാൾ കാണുന്നു, ഇഷ്ടപ്പെടുന്നു, അവനെ കുത്തിക്കൊല്ലുന്നു, അല്ലെങ്കിൽ അവനെ ഏതെങ്കിലും തരത്തിൽ കീഴ്പ്പെടുത്തുന്നു, ഭാര്യമാരെ അടിച്ചുകൊണ്ട് പോകുന്നു, കൊള്ളയടിക്കുന്നു, ആ ഒരു സെറ്റപ്പില്ലേ? അത് തന്നെയാണ് ഈ പുള്ളി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇടയ്ക്ക് മാനവീയ വീതി വരും. അയ്യോ, അവിടെയും വരുമോ? ഇടയ്ക്ക് വരും. ചുമ്മാ അല്ല, അവിടെ പോലീസ് എല്ലാവരും അടിച്ചു ഒതുക്കി അവിടെ വന്നിട്ട്
ഇടയ്ക്ക് അവിടെ വന്നിട്ട് ഞാൻ സ്പോണ്ടേനിയസ് ആയിട്ട് ഒന്നും അയ്യോ ഒന്നും അവിടെ വന്ന് ഇദ്ദേഹത്തെ കേൾക്കാനും കുറച്ച് ആളുകൾ വരും. എന്നിട്ട് ഇദ്ദേഹം അവിടെ നിന്ന് വാചാലനായി സംസാരിക്കും. ഈ ചുറ്റുമുള്ള ആളുകളെല്ലാം ഈ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാം ശരിയാണ് എന്ന രീതിയിൽ കേട്ടുകൊണ്ടിരിക്കും. അപ്പം അവിടെ ഇങ്ങനെ ചെന്ന് നോക്കിയാൽ മതി, അവിടെ രാത്രിയിൽ ഇടയ്ക്ക് വരും. ഇടയ്ക്ക് വന്ന് അവിടെ നിന്ന് വാചാലനായി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ചുറ്റിയിരിക്കുന്ന എല്ലാവരും ഇതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. ഇദ്ദേഹം പറയുന്നത് എന്താണെന്ന് അവർക്കും മനസ്സിലാവുന്നില്ല, ഇദ്ദേഹത്തിന് മനസ്സിലാവുന്നില്ല. എന്തൊക്കെയോ വായി തോന്നിയൊക്കെ വിളിച്ച് പറഞ്ഞ് ഇപ്പൊ ഇടയ്ക്ക് ഇങ്ങനെ പറഞ്ഞു പോകുന്ന പോക്കിന് ഈ ലോകം തന്നെ ഇല്ലെന്നൊക്കെ പറഞ്ഞോളേ. അത് പറഞ്ഞപ്പോഴാ ഇടയ്ക്ക് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കണ്ടു. ഞാൻ ഇവിടെ ചെയ്യാനുള്ള എല്ലാം ചെയ്തു കഴിഞ്ഞു, ഇനി ഞാൻ നമ്മുടെ ഗ്രഹത്തിന്റെ നവീകരണത്തിന്റെ ചിന്തകൾക്കായി അമേരിക്കയിലേക്ക് പോവുകയാണെന്ന്. നമ്മുടെ ഗ്രഹത്തിന്റെ മുഴുവൻ ഉന്നമനത്തിന് വേണ്ടി പുള്ളി അമേരിക്കയിലേക്ക് പോയിരിക്കുക കേട്ടോ. അവിടെ ഇരുന്നുകൊണ്ടാണ് ഇപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പുള്ളിക്കാരൻ പറഞ്ഞു വിടുന്നത്. അങ്ങനെ സംഭവം അങ്ങനെ അമേരിക്കയിലൊക്കെ പോയി ഭയങ്കര ഗംഭീരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു വിടാം. പടച്ചുവിടുന്ന കാര്യങ്ങളൊന്നും നാട്ടുകാർ പുല്ല് വിലയാണ് കൊടുക്കുന്നത്. പുല്ല് മറ്റേ നമ്മുടെ മുകേഷ് പറയുന്നില്ലേ, നിനക്ക് ഇനി എനിക്ക് മറ്റേ വിലയല്ലേടോ തരുന്നത്, അതുപോലെയാണ് നാട്ടുകാർ ഇയാളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇയാളോട് സ്നേഹമുള്ളത് കുറച്ച് അൾട്രാ ലിബറൽ ആൾക്കാർക്കും നക്സലുകൾക്കും. കാരണം അവരുടെ ഒരു ലൈനാണല്ലോ ഈ സമൂഹത്തിൽ അരാജകത്വം വരണം, സമൂഹം മുഴുവൻ നശിക്കണം, ഞങ്ങൾക്ക് അധികാരത്തിൽ വരണം എന്നുള്ള ലൈൻ. അവരെ അവരുടെ ആ ഒരു താല്പര്യങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരാളെ പോലെ ഇടയ്ക്ക് എനിക്ക് തോന്നും. പക്ഷെ കനി കുസൃതി ഉണ്ടല്ലോ പുള്ളിയുടെ മകൾ, പുള്ളിക്കാരിയുടെ സംസാരം കേൾക്കുമ്പോൾ ചില സ്ഥലങ്ങളിൽ പുള്ളിക്കാരി ഭയങ്കര രസകരമായിട്ടാണ് സംസാരിക്കുന്നത്. ഇയാളെ പോലെയൊന്നുമല്ല, സീരിയസ്ലി. എനിക്ക് ചില സംസാരങ്ങൾ കനി കുസൃതി കാണുമ്പോൾ നല്ല രസമായിട്ട് തോന്നും. ചില കാര്യങ്ങളൊക്കെ ഈ ഇടയ്ക്ക് നമ്മുടെ ഒരു ആങ്കർ ഉണ്ടല്ലോ, ഒരു രജനീഷ്, പുള്ളിക്കാരൻ കനി കുസൃതി ചോദിക്കുന്നുണ്ട്. ഈ രജനീഷ് എന്ന് പറഞ്ഞ ആങ്കർ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ആങ്കറാണ്. പക്ഷെ ഞാൻ പുള്ളിയെ ചില കാര്യങ്ങളിൽ കാണുമ്പോൾ പുള്ളിയുടേതായിട്ടുള്ള ഒരു നല്ല കൃത്യമായിട്ടുള്ള അജണ്ടയുണ്ട്. പുള്ളി കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഈ നല്ല ഷുഗർ കോട്ട് ചെയ്ത് കടത്തുക എന്ന് പറയില്ലേ, ചിരിച്ചുകൊണ്ട് ചോദിക്കും. കനി കാല് മടക്കി വെച്ചിരിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. അതൊരു പ്രതിഷേധം കൂടെയല്ലേ. അപ്പൊ കനി പറഞ്ഞു എൻ്റെ പൊന്നു കേട്ട അവിടെ കൊതുകുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ കാല് മടക്കി. അങ്ങനെ പുള്ളിക്കാരി പല കാര്യങ്ങളും പുള്ളിക്കാരിയുടെ ഒരു നിലപാടുകൾ തുറന്നു പറയാനായിട്ട് നല്ല രസമായിട്ട്, പുള്ളിയെ പോലെയൊന്നുമില്ല. പുള്ളിയെ പോലെ ഗോത്രവും രാജാക്കന്മാർ അങ്ങനത്തെ ചിന്തകളൊന്നുമില്ല. അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ ആമേഴഞ്ചാം തോട്ടിൽ ജോയിയെ രക്ഷിക്കാൻ ഇറങ്ങിയതും പിന്നെ ഈ നമ്മുടെ ഈ പട്ടാളക്കാരെ അവിടെ വന്നതും സന്നദ്ധ സംഘടനകൾ പ്രവർത്തകർ ഇവിടെ വന്നത് എല്ലാം കണ്ടിട്ട് ഇതിൻ്റെ ഒരു ഇതിൽ ഷാമിന് എന്താ തോന്നുന്നത്, പുരുഷന്മാരെ ആവശ്യമില്ല ഇനി. ഞാൻ പറഞ്ഞ നേരത്തെ പോയിന്റിലോട്ട് വന്നില്ല. നമ്മുടെ ഒളിമ്പിക്സിന്റെ റിങ്ങിലേക്ക് എത്താൻ പറ്റിയില്ല. ഒളിമ്പിക്സിന്റെ റിങ്ങിൽ നടന്നത് ഒരു കനത്ത അനീതിയാണെന്ന് പറഞ്ഞു. അഞ്ജലി കനത്ത അനീതിയാണെന്ന് പറഞ്ഞു. 2 ബയോളജിക്കൽ പുരുഷന്മാരാണ് ഇപ്പൊ ഫൈനലിൽ എത്താൻ പോകുന്നത് ഒളിമ്പിക്സ് ചരിത്രത്തിൽ ആദ്യമായിട്ട്. ലോകം നശിച്ചു എന്നാണ് സുഡാപ്പികൾ ഒരു സൈഡിൽ കിടന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അവർക്കാണ് ഇവരെ കണ്ടുകൂടാത്തത് ഇല്ലേ. ട്രാൻസ്ജെൻഡർ വ്യക്തിത്വങ്ങളെ ഏറ്റവും കൂടുതൽ കണ്ടുകൂടാത്തത് സുഡാപ്പികൾക്കാണ്. ഭയങ്കര വെറുപ്പാണ്, അങ്ങേയറ്റം വെറുപ്പാണ്. സത്യം പറഞ്ഞാൽ ഈ ഇന്ത്യയിൽ ഒക്കെ ഉള്ളത്, ഇന്ത്യയിലും ചില പാശ്ചാത്യ രാജ്യങ്ങളിലും ഒക്കെ ഇവരുടെ അവകാശങ്ങൾ ഉച്ചത്തിൽ സംസാരിക്കുന്നത് ആ രാജ്യങ്ങളുടെ പ്രത്യേകത കൊണ്ടാണ്. ചില എത്തീസ്റ്റ് രാജ്യങ്ങളിൽ ഇവരുണ്ട്, ഇന്ത്യ പോലെയുള്ള സെക്യുലർ രാജ്യങ്ങളിലുണ്ട്. പാകിസ്ഥാനിലുണ്ടോ, ഇറാനിലുണ്ടോ, ഇറാഖിലുണ്ടോ, അഫ്ഗാനിസ്ഥാനിൽ പോയാൽ തീരെ കാണാനേ പറ്റില്ല. ട്രാൻസ്ജെൻഡർ വ്യക്തികളെ അങ്ങനെ എവിടെയെങ്കിലും കണ്ട് അറിയാമോ? ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ ഇവിടെ 2 ട്രാൻസ്ജെൻഡർ വ്യക്തികൾ തമ്മിൽ ഫൈറ്റ് ചെയ്യുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. അവിടെ വരെ പുരുഷന്മാരുടെ ആധിപത്യമായി എന്ന് പറയാം. ഇടിക്കൂട്ടിൽ വരെ പുരുഷന്മാർ കയറിപ്പറ്റിയ ഒരു സാഹചര്യം. അപ്പോഴാണ് ഈ പുള്ളിക്കാരനോട് ഇത് ചോദിച്ചാൽ പുള്ളിക്കാരൻ അതിന് വേറെ ന്യായീകരണം കാണുമായിരിക്കും. ഇടിക്കൂട്ടിൽ അതെ, ആദ്യത്തെ ഇടി കിട്ടിയപ്പോ തന്നെ അവിടെ അപ്പുറത്തെ ആഞ്ചലീനെ പറഞ്ഞു ഇത് എടിയല്ല എടായാണെന്ന് പറഞ്ഞു. പക്ഷെ അവര് സമ്മതിച്ചില്ല. 26 സെക്കൻഡിൽ അവരെ മൂക്കിടിച്ച് പരത്തി, എന്നിട്ട് അവരെ താഴെ ഇട്ടു. അവസാനം അവർ എണീച്ച് പ്രതിഷേധിച്ച് പോവുക ചെയ്തത്. അവസാനം അവർ പറഞ്ഞു എനിക്ക് പഞ്ചിന്റെ പവർ താങ്ങാൻ വയ്യെന്ന് പറഞ്ഞു. വേറൊരു കാര്യം ഷാമിന് ഓർമ്മയുണ്ട്, ഇതിന്റെ കൂട്ടത്തിൽ നമുക്ക് കൂട്ടിച്ചേർത്ത് പറയാനുള്ള ഒരു സംഭവം. നമ്മുടെ കേരളത്തിൽ ഒരു ട്രാൻസ്ജെൻഡർ പുരുഷൻ, സ്ത്രീ പെണ്ണ് ആണായതാ, അവര് മരിച്ചുപോയി. കൂടെയുള്ള ട്രാൻസ്ജെൻഡർ യുവതി അത് പെണ്ണായതാ, മനസ്സിലായല്ലേ, അടിച്ചു കൊന്നതാ. അതായത് ഒരു പുരുഷനായിരിക്കുന്ന ഒരു വ്യക്തി സ്ത്രീ ആയി കഴിഞ്ഞാലും ബയോളജിക്കലി ഒരു പുരുഷന്റെ ശക്തി. വൈ ക്രോമസോം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, അത് തെളിയിക്കപ്പെട്ടില്ല. അതാണ് ഈ പറയുന്ന പുരുഷനിൽ ഈ പറയുന്ന വൈ ക്രോമസോം ഉള്ളത് കൊണ്ട് ക്രിമിനൽ ബുദ്ധി ഉണ്ടാകും എന്നാണ്. ശാസ്ത്രീയമായത് ഇപ്പോഴും തെളിയിക്കപ്പെട്ടില്ല. പക്ഷേ ഒരുപാട് വിദഗ്ധർ പറയുന്നുണ്ട് ഇതൊരു ക്രിമിനൽ ബുദ്ധി പുരുഷനിൽ എളുപ്പം ഉണ്ടാകുന്ന ഒന്നാണ്. ഇടികൂട്ടിലൊക്കെ അതുകൊണ്ടാണ് ഒറ്റ ഇടിച്ച് പരത്തി കളഞ്ഞത്. അതെ അതെ. പിന്നെ ഈ മൈത്രേനെ പോലുള്ള ആൾക്കാരെ ഞാൻ ഇയാളെ ആദ്യമായിട്ട് കാണുന്നത് എവിടെ നിന്നറിയാമോ?
ശ്യാമ നമ്മുടെ അരുൺ കുമാറിന്റെ ജനകീയ കോടതിയിലാണ്. പുള്ളിയാണ് ഇയാളെ കൊണ്ടുവന്ന് വളർത്തിവിട്ടത് ജനകീയ കോടതിയിലൂടെ. അന്ന് ഭയങ്കര ട്രോളുകളായിരുന്നു ഈ വിഷയം വന്നപ്പോഴുണ്ടല്ലോ. ഈ സാമൂഹിക പ്രശ്നം മൊത്തം ഉണ്ടാക്കുന്ന മനുഷ്യനാണ്. എല്ലാ പ്രശ്നങ്ങളുടെയും അടിസ്ഥാന കാരണം നമ്മൾ തേടി പോയി കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ അടുത്ത് എത്താൻ പറ്റും. ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് തിരികൊളുത്തി വിടും. അതവിടെ ഇങ്ങനെ മറ്റേ ബ്രിട്ടീഷുകാർ ഇവിടെ വന്നിട്ട് ഓരോ കാര്യങ്ങൾ കൊളുത്തിയിട്ടിട്ട് പോകില്ലേ, അതിന്റെ ബാക്കി പത്രമായിട്ടാണല്ലോ പല കാര്യങ്ങൾ നടക്കുന്നത്. അതുപോലെ എവിടെന്നെങ്കിലും ഒരു സൈഡിൽ നിന്ന് ഓരോ കാര്യങ്ങൾ കൊളുത്തി വിടും. അതുപോലെ ഇതുപോലുള്ള ആൾക്കാരെ 24 ന്യൂസിൽ കയറിയപ്പോൾ പുള്ളിയുടെ ബന്ധങ്ങളൊക്കെ വെച്ചിട്ട് അവിടെ അങ്ങ് വളർത്താനായിട്ട് ഉപയോഗിച്ചു. അങ്ങനെ വളർത്തിവിട്ട ഒരു വ്യക്തിയാണ് ഈ മൈത്രേയൻ എന്ന് പറയുന്നത്. അതിനുശേഷം പുള്ളിക്കാരൻ കത്തി കയറി. ചില നിലപാടുകൾ പുള്ളിയുടേത് എല്ലാവരും ഭയങ്കരമായിട്ട് കൈയടിച്ച് ഏറ്റെടുക്കുകയും ചില മൈത്രേയന്റെ നിലപാടുകൾ എല്ലാവരും കാർക്കിച്ച് തുപ്പുകയും ചെയ്യുന്ന ഇത് രണ്ടും ഒരു നാണയത്തിന്റെ രണ്ട് വശമാണ് ഈ രണ്ട് മനുഷ്യരും. അതെ അതെ. ആ പിന്നെ മനുഷ്യനും ഈ മനുഷ്യനും പിന്നെ ഒരമ്മ പറ്റ മക്കള് പോലെ രണ്ടും പുരോഗമനവാദികളാണ്. രണ്ടും. മറ്റേത് പിന്നെ ഈ പുരോഗമനവാദം മാത്രമല്ല, നാട്ടിൽ മൊത്തം പ്രശ്നം ഉണ്ടാക്കും. അത് ശരി. സർവ്വത്ര വിഷയങ്ങൾ ഉണ്ടാക്കുന്നതാണ് പുള്ളിയുടെ എന്റർടൈൻമെന്റ്. എവിടെ പോയാലും പ്രശ്നം ഉണ്ടാകും. നോക്കിക്കോ, അതാണ്ട് മറ്റേ പിന്നെ ഇദ്ദേഹത്തെ അർജുനെ തേടിപ്പോയി അവിടെ പോയി പ്രശ്നം ഉണ്ടാക്കിയില്ലേ. എവിടെ പോയാലും കുഴപ്പങ്ങൾ ഉണ്ടാക്കുക, അറുമാദിക്കുക, അതിൽ ഒരു എന്റർടൈൻമെന്റ് ആയിട്ട് എടുത്തിരിക്കുക. നാട്ടിൽ മൊത്തം പ്രശ്നം ഉണ്ടാക്കുക, എന്നിട്ട് അതിൽ ആഘോഷിക്കുക. അപ്പൊ ഇത് കണ്ടില്ല, ആ പഴയിടത്തിന്റെ പ്രശ്നം വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ലാതെ ഒരു മനുഷ്യൻ വർഷങ്ങളായി ഈ പറയുന്ന പിന്നെ ഊട്ടുപുരയിൽ വന്ന് പാചകം ചെയ്ത് ഒരുപാട് വിദ്യാർത്ഥികൾക്ക് നല്ല കലോത്സവങ്ങളുടെ ഭാഗമായിട്ടുള്ള ഒരു മനുഷ്യനെ നിമിഷ നേരം കൊണ്ട് അപമാനിക്കാൻ ശ്രമിച്ചില്ലേ? എന്തൊക്കെയാ വിളിച്ചു പറഞ്ഞു? ഹെജിമണി എന്നൊക്കെ പറഞ്ഞിട്ട്, ബ്രാഹ്മണിക്കൽ ഹെജിമണി എന്നൊക്കെ പറഞ്ഞിട്ട് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, അതിൽ എന്റർടൈൻമെന്റ് ഉണ്ടാക്കുക. ഇദ്ദേഹം ഈ പറയുന്ന പോലെ ഈ ഉൽപ്പന്നത്തിന്റെ വിട്ടത് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. ഈ ഉൽപ്പന്നത്തിനെ പടച്ചു വിട്ടത്, സമൂഹത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് മാർക്കറ്റ് ചെയ്തത് ഈ പുള്ളിക്കാരനാണ്. മാർക്കറ്റ് ചെയ്ത് കുപ്പായൊക്കെ പിടിപ്പിച്ച് വന്നത് ഈ പുള്ളിക്കാരനാണ്. പിന്നെ ഈ മൈത്രേയൻ എല്ലാത്തിനും നമ്മൾക്ക് വിപരീതമായിട്ടുള്ള ഒരു നിലപാടുണ്ട്. നമ്മൾ ഭക്ഷണം കൊണ്ടാണ് കഴിക്കുന്നത്, പുള്ളിക്കാരൻ ശരീരത്തിൽ വേറെ ഏതോ അവയവം കൊണ്ടാണ് കഴിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതുപോലെയാണ് നിലപാടുകൾ. നമ്മൾ സമൂഹത്തിൽ ഒരു നിലപാട് വളരെ സമൂഹത്തിന് എല്ലാവർക്കും ഉതകുന്ന, അതായത് നമുക്ക് ഉപദ്രവം ഉണ്ടെങ്കിലും പോലും സമൂഹത്തിന് അതൊരു ഉപദ്രവമായി മാറില്ലെന്ന് പറഞ്ഞായിരിക്കും പല ആൾക്കാരും നിലപാടുകൾ ചെയ്യുന്നത്, ഇല്ലേ? അതായത് നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല, സമൂഹത്തിന് ഒരു പ്രശ്നം വരരുത്. അതിന്റെ ബേസിക് ആയിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു വിഷമം വന്നാലും എൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ആൾക്ക് ഒരു വിഷമം വരരുത് എന്നാണ് ബേസിക് ആയിട്ടുള്ളത്. ഇത് നേരെ തിരിച്ചാണ്. എനിക്കും വിഷമമുണ്ട്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കും വിഷമം. അതായത് ഈ വാല് മുറിഞ്ഞ കുറുക്ക എല്ലാവരും വാല് മുറിക്കാൻ ശ്രമിക്കുമെന്ന് പറയുന്നത് പോലെയാണ്. ഇയാളുടെ ജീവിതത്തിൽ എന്തൊക്കെയോ സംഭവിച്ചു പോയി, നാട്ടുകാരുടെ ജീവിതത്തിൽ മൊത്തം അത് സംഭവിക്കണമെന്ന് നാട്ടുകാരെല്ലാം പറഞ്ഞുകൊണ്ട് നടക്കുവാണ്. അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, ജീവിത പങ്കാളി കല്യാണം കഴിക്കരുത്, ലിവിങ് ടുഗദർ ആയിരിക്കണം, പോണെങ്കിൽ പോട്ട്, പോണെങ്കിൽ പോട്ടെ, എന്താ കുഴപ്പം, വേറെ കല്യാണം കഴിക്കണം. പ്രണയം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, വേറെ കല്യാണം കഴിക്കണം, അത് പോണെങ്കിൽ അതും പോട്ടെ എന്ന് പറയണം. അപ്പൊ നിയമപരമായിട്ടുള്ള വശങ്ങളോ, ഈ ഒരു സ്ത്രീ ഒരു പുരുഷന്റെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ വെറുതെ അല്ലല്ലോ പോകുന്നത്, ഒരുപാട് നിയമവശങ്ങളില്ലേ. ഇപ്പൊ ലിവിങ് ടുഗദറിന് പോലെ നിയമവശങ്ങളുണ്ട്. അപ്പോഴാണ് ഇയാൾ പറയുന്നത് ഒന്ന് പോയാൽ അടുത്തത് പോയാൽ അടുത്ത്. സ്ത്രീകളോടും പറയും അങ്ങനെ ആയിരിക്കണം നിങ്ങൾ എന്നുള്ള രീതിയിലാണ് ഇയാളുടെ സംസാരം. മൊത്തം അരാജകത്വം ഉണ്ടാക്കും, അഴിച്ചുവിടുക എന്നുള്ളൊരു സാമൂഹിക വിരുദ്ധനാണ്. അതെ അതെ, പൊതുശല്യം. മറ്റേ മനുഷ്യനെന്താ പരിപാടി എന്തറിയാമോ? വൻ ഉപദേശങ്ങളൊക്കെ ഉപദേശിക്കും, എന്നിട്ട് പിന്നെ ഈ വെള്ളം കുടിച്ചിട്ട് കുപ്പിയൊക്കെ എടുത്ത് റോഡിട്ട് വെള്ളം കുടിച്ചിട്ട് കുപ്പി എന്നിട്ട് വരുന്നിട്ട് പറയും പരിസ്ഥിതി സംരക്ഷിക്കണം, അതാണ് ഇതാണെന്നൊക്കെ പറയും. വെള്ളം കുടിച്ചിട്ട് വേണമെങ്കിൽ എന്നിട്ട് ബസ്സിൽ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ശ്രദ്ധിച്ചാൽ മതി ആ മനുഷ്യനെ. പറയുന്നതിനും ഇത് പ്രവർത്തിക്കുന്നതിന് രണ്ടാണ്. ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പുറത്തോട്ട് തുപ്പിക്കളയും, സൈഡിൽ കൂടെ പോകുന്നവരുടെ മുഖത്തൊക്കെ തുപ്പിക്കളയും. ഞാൻ പോലും അങ്ങനെ ചെയ്യാറില്ല, ഓടിക്കൊണ്ടിരുന്ന വണ്ടി. ഞാനത് ഉദാഹരണം പറഞ്ഞാണ്. അമ്മാതിരി സ്വഭാവമാണ് കയ്യിരിക്കുന്നത്, കയ്യിരിപ്പ് മൊത്തം എനിക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ് അദ്ദേഹം. ശരി, അപ്പം കൂടുതൽ പറയണ്ട, നമുക്ക് നിർത്താം ഇവിടെ. ശരി ശരി.